വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയമൊരുക്കി ഫൺ സിറ്റി പാർക്ക്. മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചുല്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല. ഫൺ സിറ്റി പാർക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. വന്യമൃഗശല്യത്തെ തുടർന്ന് ആര്യടൻ ഷൗക്കത്ത് എംഎൽഎയുടെ അധ്യക്ഷതയിൽ നിലമ്പൂരിൽ അടിയന്തര യോഗം ചേർന്നു. ജനപ്രതിനിധികൾ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചുങ്കത്ര പഞ്ചായത്തിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന 4 കാട്ടാനകളെ അടിയന്തരമായി ഉൾവനത്തിലേക്ക് കയറ്റിവിടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് എംഎൽഎ ആവശ്യപ്പെട്ടു. ഇതിനായി ചുങ്കത്ര പഞ്ചായത്തിൽ അടിയന്തര യോഗം ചേരും. പഞ്ചായത്തിലെ സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിച്ച് കാട്ടാനകളെ കാടുകയറ്റാമെന്ന് നിലമ്പൂർ നോർത്ത് ഡിഎഫ്ഒ പി ധനേഷ് കുമാർ ഉറപ്പു നൽകി. 1977 മുൻപ് ഭൂമി കൈവശമുള്ള 300-ലേറെ കുടുംബങ്ങൾക്ക് സ്വന്തം ഭൂമിക്ക് നികുതി അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം ജനപ്രതിനിധികളും കർഷകരും ഉയർത്തിക്കാട്ടി. വനം റവന്യൂ ജോയിന്റ് സർവേയിൽ കർഷകരുടെ ഭൂമി തന്നെയെന്ന് കണ്ടെത്തി അതിർത്തി നിർണ്ണയം നടത്തിയ ഭൂമിക്കാണ് ഇപ്പോൾ വനം വകുപ്പ് നിലപാട് മൂലം നികുതി അടയ്ക്കാൻ കഴിയാത്തത്. ഇത് യോഗത്തിൽ രൂക്ഷ വിമർശനത്തിനിടയാക്കി. ഇതിന് പരിഹാരം കാണാൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ റവന്യൂ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം ചേരും. അതുവരെ നികുതി സ്വീകരിക്കുന്നത് തടസ്സപ്പെടുത്തരുതെന്ന് എംഎൽഎ പറഞ്ഞു. വനംവകുപ്പ് ജീവനക്കാരുടെ കുറവും വാഹനങ്ങളുടെ കുറവും ചൂണ്ടിക്കാട്ടിയ ഡിഎഫ്ഒ എംഎൽഎ ഫണ്ടിൽ നിന്ന് ഒരു വാഹനം അനുവദിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. ഏറനാട് എംഎൽഎ പി കെ ബഷീർ വാഹനം വാങ്ങാൻ 14 ലക്ഷം രൂപ നൽകുമെന്ന് അറിയിച്ചിരുന്നു. ജനവാസ മേഖലയിലും വനമേഖലയിലും അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ വനത്തിലെ അടിക്കാട് വെട്ടാൻ ഗ്രാമപഞ്ചായത്തുകൾ കൂടി ഫണ്ട് നൽകി സഹായിക്കണമെന്നും ഡിഎഫ്ഒ ആവശ്യപ്പെട്ടു. സോളാർ തൂക്കുവേലി കടന്നുപോകുന്ന ഭാഗങ്ങളിൽ ആനകൾക്ക് മറിച്ചിടാൻ പാകത്തിന് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്നും ആവശ്യമുയർന്നു. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ തൂക്കുവേലികൾ സ്ഥാപിക്കണം. വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്ന കാർഷിക വിളകൾക്ക് നൽകുന്ന നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുക. പുലികൾ, കടുവകൾ, കരടി എന്നിവയെ പിടികൂടാൻ കൂടുതൽ കൂടുകൾ സ്ഥാപിക്കുക എന്ന നിർദ്ദേശവും ഉയർന്നു. വനപാലകർക്കെതിരെ ഇക്കുറി രൂക്ഷ വിമർശനം ഉയർന്നില്ലെന്ന് മാത്രമല്ല, നിലവിൽ വനപാലകർ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ടെന്ന അഭിപ്രായവും യോഗത്തിലുണ്ടായി. കർഷകർക്ക് ഭൂമിയുടെ നികുതി അടയ്ക്കാൻ കഴിയാത്ത വിഷയത്തിലാണ് രൂക്ഷ വിമർശനമുണ്ടായത്. എംഎൽഎക്ക് ഡിഎഫ്ഒയ്ക്കും പുറമെ നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം, വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, നിലമ്പൂർ നോർത്ത് ഡിവിഷൻ എസിഎഫ് അനീഷ സിദ്ദീഖ്, റേഞ്ച് ഓഫീസർമാർ, ഡെപ്യൂട്ടി റേഞ്ചർമാർ, കർഷക പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.